ശരിക്കും ട്രാമിന്റെ സിഗ്നലും കാറിന്റെ സിഗ്നലും നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ട്രാം ഉള്ള സ്ഥലത്ത്. എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. ബൈ ചാൻസിൽ ഇപ്പോൾ ഷെഫീൽഡിലൊക്കെ കിട്ടുന്നതെങ്കിൽ അതിൽ ഇത് കാറിന്റെ സിഗ്നലാണ്. കാറിന്റെ സിഗ്നലിന്റെ മേളിൽ തന്നെ LED ലൈറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ, അതാണ് ട്രാമിന്റെ സിഗ്നല്. അത് വൈറ്റിലാണ്. അത് നമുക്ക് തിയറി ടെസ്റ്റിലൊക്കെ ഉള്ളതാ, എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. എനിക്കതൊരു പുതിയ അറിവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെയായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ചില ക്രോസിങ്ങിലാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ അടുത്തൊരു മെയിൻ ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞുതരാം. ഇത് ഏറ്റവും വലിയൊരു ഹസാർഡുള്ള ഒരു സ്ഥലമാണ് ഷെഫീൽഡിൽ തന്നെ. ഈ ട്രാം ലൈനിനോടൊപ്പം തന്നെ കാർ ലൈനും ബസ് ലൈനും ഒരുമിച്ച് വരുന്നതാണ്. ഈ സിഗ്നൽ ഇത് നോക്കുക, ഈ ബോർഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ബസ് ലൈനായിട്ട് യൂസ് ചെയ്യും, ട്രാം ലൈനായിട്ട് യൂസ് ചെയ്യും. ഇതിന്റെ സമയം വരെ, സമയം കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ബസ് ലൈനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ടെസ്റ്റിനാണെങ്കിൽ നമുക്ക് ഫെയിൽ ആവാനുള്ള ചാൻസും ഉണ്ട്. കാരണം ബസ് ലൈൻ അല്ലാത്ത സമയത്ത് ബസ് ലൈനിൽ കയറി കഴിഞ്ഞാൽ അതൊരു മേജർ മിസ്റ്റേക്ക് ആവും. പിന്നെ ട്രാമുള്ള റോഡുകളിലെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ 30 നമ്മുടെ സ്പീഡ്, ട്രാമിൻ്റെ സ്പീഡ് 30 തന്നെ ആയിരിക്കും. നമ്മൾ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്രാം വന്ന് നമ്മളെ ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കാർ പോലെയല്ല ട്രാം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ട്രാം പെട്ടെന്ന് വന്ന് നിൽക്കുകയും നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ അപ്പോൾ ട്രാമുകൾ നമ്മുടെ ബാക്കിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ഹസാർഡുമാണ്. ഇങ്ങനെ ടെസ്റ്റ് റൂട്ട് ആണെങ്കിൽ അതൊരു മേജർ മിസ്റ്റേക്കോ. അപ്പോൾ എപ്പോഴും നമ്മൾ 30 ഉള്ള റോഡിൽ 25 മൈൽ ടു 30 മൈൽ നമ്മൾ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ട്രാം ഉള്ള റോഡിൽ ഓൾമോസ്റ്റ് 28-30 തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ട്രാം പുറകെ വന്ന് ഹോൺ അടിച്ചാലും നമ്മൾ ഫെയിൽ ആവും. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതിലിപ്പോൾ ഷെയർ ചെയ്യുകയാണ്. കാര്യം ഈ ട്രാം ലൈനിലൂടെ സൈക്കിൾ ഓടിച്ചാണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും, നല്ല രസമാണിത്, നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കണ റോഡാണ്. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. സൈക്കിളിൻ്റെ ടയർ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തലയും കുത്തി നമ്മൾ വീണു, ലോക്കാവും. സൈക്കിൾ അവിടെ നിന്ന് അനങ്ങൂല. എൻ്റെ സ്വന്തം അനുഭവമായിട്ട് ഞാൻ കൂട്ടുകാരൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് വന്ന് രാത്രി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തതാ, ഒന്ന് ഇങ്ങോട്ടൊന്ന് വളച്ചതാ, ആ ടയർ അവിടെ കുടുങ്ങി, ഞാൻ അവിടെ കിടന്നു. പിന്നെ അതിനകത്തൊരു പ്രശ്നം കൂടെ ഉള്ളത്, ഇതേപോലെ ട്രാം റൂട്ടിലെ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കാറുകാരനുള്ള ഏറ്റവും വലിയ ഹസാർഡ്, സൈക്കിൾ ഫ്രണ്ടിൽ പോകണമെങ്കിൽ മാക്സിമം ഗ്യാപ്പ് കീപ്പ് ചെയ്യുക, അവരെ വിടുക, മാക്സിമം അവർ പോകുന്നവരെ നല്ല ഗ്യാപ്പ് കീപ്പ് ചെയ്യുക. അപ്പോഴൊരു പ്രശ്നം, നമ്മുടെ ബാക്കിൽ ട്രാം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റിൽ ഒരു കാറുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹസാർഡസ് ആയിട്ട് അത് തോന്നുന്നത്. കാരണം സൈക്കിളുകാർ ഇതിൽ കുടുങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. പലരും കുടുങ്ങി വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഷെഫീൽഡിൽ ഞാൻ വല്ലപ്പോഴേ വരാറുള്ളൂ. സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കുടുങ്ങി വീഴുന്നത്. അപ്പോഴും നമ്മൾ അവരെ ഹിറ്റ് ചെയ്യുകയോ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഹസാർഡസ് ആയിട്ട് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈസൻസിനെയും നമ്മുടെ PR-നെയും എല്ലാം ബാധിക്കും. ഇവിടെ ഈ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ 20-ൽ മാത്രം പോവാം. ഇപ്പൊ ലൈറ്റ് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തത്. സ്കൂളുള്ളപ്പോൾ നമ്മൾ 20-ൽ തന്നെ പോവാം. പിന്നെ ടെസ്റ്റ് റൂട്ടും ആരെന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും നമ്മൾ നമ്മുടെ ഭാഗം അത്രയ്ക്ക് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. കാര്യം അന്ന് നമ്മുടെ ടെസ്റ്റ് ഡേറ്റ് ആണ്, നമ്മളാണ് കാശ് മുടക്കിയേക്കണവർ. അവർക്കൊന്നും പോകാനില്ല, നമുക്ക് തോറ്റാൽ നമ്മുടെ കാശ് പോയി കിട്ടും. അപ്പം മിഡിൽ വുഡ് ടെസ്റ്റ് റൂട്ടിലൂടെയാണ് ഇപ്പം നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ